പ്രിയപ്രേക്ഷകരെ സഹൃദയരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക്. ഇന്ന് അത്തം 10-ന് പൊന്നോണമാണല്ലേ. നാടും നഗരവും ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. മിക്കയിടങ്ങളിലും പൂക്കളങ്ങൾ ഒരുങ്ങി. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നിന്നും ഓണവിശേഷങ്ങളുമായ ഒരാൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അത് നമ്മുടെ പ്രതിനിധി MS ലിഷോയാണ്. ലിഷോയ് ഗുഡ് മോർണിംഗ്. അവിടുത്തെ ഓണം വിശേഷങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത്ത ദിനമായ ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ? ഗുഡ് മോർണിംഗ് മോത്തി. ഓണം ആഘോഷത്തിലേക്ക് തൃശ്ശൂർക്കാർ എത്തിക്കഴിഞ്ഞു. അത്തം ദിനത്തിൽ എല്ലാ വർഷവും ഏകദേശം ഒരു 16 വർഷത്തോളമായി അത്തം ദിനത്തിൽ ഈ തെക്കേ ഗോപുരനടയിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്രമ ഇടം, അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒരു ഫീൽ ലഭിക്കുന്ന ഒരു ഇടം എന്ന് ഞങ്ങളെല്ലാവരും പറയാറുള്ള സ്ഥലമാണ് തെക്കേ ഗോപുരനട. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വലിയൊരു പൂക്കളം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സായാഹ്ന കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ഇവിടെ വലിയൊരു പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. 16 വർഷത്തോളമായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ എല്ലാ വർഷവും അത്തം ദിനത്തിൽ ഇത്തരം വലിയ ഒരു പൂക്കളം ഒരുക്കാറുണ്ട്. ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. കാരണം ആഘോഷങ്ങളൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഒരു അത്തം പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. തെക്കേ ഗോപുരനടയിൽ ആണ് ഇതെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വർഷങ്ങളായി എല്ലാവരും ഒന്നിച്ച് കൂടാറുള്ളൊരിടമാണ്, വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാറുള്ളൊരിടമാണ്. ആ ഇടത്ത് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പൂക്കളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ജോലികളെല്ലാം തന്നെ പൂർത്തിയാവുകയും ചെയ്യും. എന്തായാലും ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അത്തം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. തൃശ്ശൂർ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ പുലിക്കളിയുടെ ഒരുക്കങ്ങളും എല്ലാമായി ഓണത്തിൻ്റെ ആ ഒരു ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പൂക്കളം ഒരുക്കിക്കൊണ്ട് ഇത്തവണത്തെ ഓണ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഓണ ആഘോഷം? എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഓണാഘോഷങ്ങളുടെ ഒരു തുടക്കമൊക്കെ ആയല്ലോ? നമ്മുടെ പൂക്കളൊക്കെ എവിടെയും വരെ ആയി കഴിയാറായോ? പൂക്കളം ഏതാണ്ട് ഇനി ഒരു റൗണ്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂക്കളം അവസാനിക്കും. ഞങ്ങൾ ഒരു 5 മണിക്ക് ഒരു 5:10 തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറച്ച് മഴ ഞങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്തി. എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞ സമയത്തിന് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. 8 മണിക്ക് മുമ്പ് തീർക്കണമെന്നായിരുന്നു നമ്മളുടെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 8 മണിക്ക് മുമ്പായിട്ട് തന്നെ തീർക്കാൻ. ഇത്തവണത്തെ വയനാടിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതെ. കേരളത്തിലെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ സമത്വ സുന്ദരമായ സ്വപ്നം പൂവണിയുന്ന മഹത്തായൊരു ആഘോഷമാണ് ഓണാഘോഷം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആ സാഹോദര്യത്തിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക, ആ സമത്വ ഭാവനയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മളിലെ ഒരു വിഭാഗം ജനം വയനാട് ദുഃഖം അനുഭവിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങാകുക, അവരോടൊത്ത് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക, ഒപ്പം തന്നെ ആഘോഷങ്ങൾ കുറയ്ക്കുക എന്ന ലളിതമായ സന്ദേശമാണ് ഞങ്ങൾ ഈ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ആരൊക്കെയാണ് ഈ ഒരു കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നത്? ശരിക്കും ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തെക്കേ ഗോപുരനട എന്ന് പറയുന്നത് നമ്മുടെ വികാരമാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തെക്കോട്ടിറക്കം നടക്കുന്ന, കുടമാറ്റം നടക്കുന്ന ഈ തെക്കേ ഗോപുരനട ഒരു വികാരമാണ്. അത് തന്നെയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ നട തുറക്കുമ്പോൾ പോലും പ്രകടിപ്പിക്കുന്ന ആ വികാരം. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളും ഈ പൂക്കളം ഒരുക്കാൻ ഇവിടെ തയ്യാറായത്. 16 കൊല്ലം മുമ്പ് ഇതിപ്പോൾ 17ാമത്തെ പൂക്കളമായി ഒരുങ്ങുകയാണ്. 16 വർഷം മുമ്പ് ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഈ ഒരു തെക്കേ ഗോപുരനടയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ 17ാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഇത്തവണ ഓണാഘോഷങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള അത്രത്തോളം പൊലിമയോടെ അല്ല എങ്കിൽ പോലും പുലിക്കളിയും കുമ്മാട്ടിയും ഉൾപ്പെടെ എല്ലാ ആഘോഷങ്ങളും ഒരു ലളിതമായി, അതായത് അത്രത്തോളം സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഒരു പൊലിമയോട് കൂടി അല്ലെങ്കിൽ പോലും ഇത്തവണയും നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കാണ്, ഓണത്തിരക്കാണ്.